കലൂർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ മൃദംഗ വിഷൻ MD നികോഷ് കുമാറിന് ഇടക്കാല ജാമ്യം ചൊവ്വാഴ്ച വരെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. മറ്റ് 3 പ്രതികളുടെ ഇടക്കാല ജാമ്യവും ചൊവ്വാഴ്ച വരെ നീട്ടി. അതേസമയം ചികിത്സയിലുള്ള ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. വിവരങ്ങളുമായി KM ഉമേഷ് കൂടി ചേരുന്നുണ്ട്. ഉമേഷ്, എന്താണ് കോടതിയുടെ മറ്റ് നിരീക്ഷണങ്ങൾ? കർശന ഉപാധിയോടുകൂടിയായിരുന്നോ ജാമ്യം? വർഷ, ഇന്നലെയാണ് ഈ മൃദംഗ വിഷൻ MD നികോഷ് കുമാറിനെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് നികോഷ് കുമാറിനെ കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ തന്നെ നികോഷ് കുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേൾക്കുകയുണ്ടായി. പ്രോസിക്യൂഷൻ ഈ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തുകൊണ്ട് ചൂണ്ടിക്കാട്ടിയത് വലിയ സുരക്ഷാ വീഴ്ച ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. സംഘാടകർ എന്നുള്ള നിലയ്ക്ക് വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ സ്റ്റേജ് ഒരുക്കിയത് തന്നെ അശാസ്ത്രീയമായാണ്. സുരക്ഷ പാലിക്കാത്തതാണ് അവിടെ അപകടത്തിന് വഴിയൊരുക്കിയത്. മതിയായ പാസേജ് അവിടെ ഉണ്ടായിരുന്നില്ല, കൈവരി ഉണ്ടായിരുന്നില്ല. തീർത്തും ഉപേക്ഷയോടും അശ്രദ്ധയോടും കൂടിയാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചത് എന്നുള്ളതൊക്കെയാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ മതിയായ സുരക്ഷ ഒരുക്കിയിരുന്നു, പരിപാടിക്ക് മുൻപ് പോലീസിന് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു എന്നൊക്കെ പ്രതിഭാഗവും വാദിച്ചു. ഇതിനുശേഷമാണ് കോടതി ഈ വാദം കേട്ട ശേഷം ഇടക്കാല ജാമ്യം ഈ പ്രതിക്ക് അനുവദിച്ചത്. അതായത് ചൊവ്വാഴ്ച വരെയാണ്, ഈ മാസം 7-നാണ് ഇനി ജാമ്യാപേക്ഷ വീണ്ടും പരിഗണിക്കുക. അതുവരെ ഇടക്കാല ജാമ്യം ഈ നികോഷ് കുമാറിന് അനുവദിച്ചിട്ടുണ്ട്. നികോഷ് കുമാറിന് കൂടാതെ മറ്റ് 3 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അവർക്കും ഇടക്കാല ജാമ്യം കോടതി അനുവദിച്ചിരുന്നു. അവരുടെ ഇടക്കാല ജാമ്യവും ഈ മാസം 7 വരെ എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നീട്ടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ശരി ഉമേഷ്, ചൊവ്വാഴ്ച ജാമ്യാപേക്ഷ വീണ്ടും കോടതി പരിഗണിക്കും. വിവരങ്ങളാണ് KM ഉമേഷ് നൽകിയത്.